ഹായ് ലിറ്റിൽ സ്റ്റാർസ്. കൂട്ടുകാർക്ക് ഇൻഡോ ലേണിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് എന്ന് കൂട്ടുകാർക്കറിയാമോ? ലുക്ക് ഹിയർ, ഹണി ബീസ് എന്നാണ്. എന്താണ് ഹണി ബീസ് എന്നതിനർത്ഥം? തേനീച്ചകൾ എന്നാണ്. ഈ ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെ നമുക്ക് ഒരു ആക്ടിവിറ്റി ബുക്ക് ചെയ്യാനുണ്ട്. അതിന്റെ പേരെന്താണെന്ന് നോക്കൂ. ബിഹൈവ് എന്നാണ്. എന്താണ് അതിനർത്ഥം? തേനറ, തേനീച്ചക്കൂട് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ പരിചയപ്പെടാം. നോക്കൂ, ഫസ്റ്റ് യൂണിറ്റ്, ഫസ്റ്റ് ലെസൺ എന്താണ്? ഹോങ് ഹോങ് ട്യൂട്ട് ട്യൂട്ട്. ഹോങ് ഹോങ് എന്നത് ബസിന്റെ ഹോണടി ശബ്ദം. ട്യൂട്ട് ട്യൂട്ട് എന്നത് കാറിന്റെ ഹോണടി ശബ്ദം. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ ചിത്രത്തിൽ നമുക്ക് ആദ്യം ഒരു ബസ് കാണാം, പിന്നീട് ഒരു കാറിനെയും കാണാം. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം. നോക്കൂ, ഇവിടെ ഒരു നീല കളറുള്ള ബസ് ഉണ്ട്. ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. ദ ബസ് ഈസ് ബിഗ്. ദിസ്, ഇത്, ഈസ് ആണ്, എ ഒരു ബസ്, ഇത് ഒരു ബസ് ആണ്. എ ഒരു ബ്ലൂ ബസ്, ഒരു നീല കളറുള്ള ബസ്. ഇവിടെ ബ്ലൂ എന്നതിനർത്ഥം എന്താണ്? നീല. ബ്ലൂ പ്രിന്റ് ചെയ്തത് നോക്കൂ, നീല മഷി കൊണ്ടാണ്. ദ ബസ് ഈസ്, ബസ് ഈസ് ആണ് ബിഗ്, വലുത്, വലിയ എന്നാണ് ബിഗിനർത്ഥം. ഇവിടെ ബിഗ് പ്രിന്റ് ചെയ്ത് നോക്കൂ, മറ്റുള്ള വാക്കുകളിൽ നിന്ന് വലുതായിട്ടാണ്. ബിഗ് വലുത് എന്നാണ് അർത്ഥം. നോക്കൂ, ഇവിടെ ഒരു ചോദ്യം കാണാം. കൂട്ടുകാർക്ക് ഇത് ചോദ്യമാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഇവിടെ ഒരു ചോദ്യ ചിഹ്നം അഥവാ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. നോക്കൂ, വാട്ട് എന്ത്, ഈസ് ആണ്, ദ കളർ നിറം, ഓഫ് ദി ബസ് ബസിന്റെ നിറം എന്താണ്? എന്താണ് നമ്മൾ പഠിച്ചത്? ബ്ലൂ, നീല. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ. ദ കാർ ഈസ് സ്മോൾ. ദിസ്, ഇത്, ഇത്, ഈസ് ആണ്, എ ഒരു കാർ, ഇത് ഒരു കാറാണ്. എ ഒരു റെഡ്, ചുവന്ന കാർ, റെഡ് ചുവപ്പ്. എ റെഡ് കാർ, ഒരു ചുവപ്പ് കളറുള്ള കാറാണ്. ഇവിടെ ചുവപ്പ് പ്രിന്റ് ചെയ്ത് നോക്കൂ, റെഡ് പ്രിന്റ് ചെയ്ത് നോക്കൂ, ചുവന്ന എങ്കിലാണ്. ദ കാർ ഈസ് സ്മോൾ. ബസ്സിനെ അപേക്ഷിച്ച് കാർ എന്താണ്? സ്മോൾ. സ്മോൾ എന്നതിനർത്ഥം എന്താണ്? ചെറിയ, ചെറുത് എന്നാണ്. ദ കാർ ഈസ് സ്മോൾ. കാർ എന്താണ്? ചെറുതാണ്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് എന്ത്, ഈസ് ആണ്, ദ കളർ നിറം, ഓഫ് ദി കാർ കാറിന്റെ, കാറിന്റെ നിറം എന്താണ്? വാട്ട് ഈസ് ദി കളർ ഓഫ് ദിസ് കാർ? ഈ കാറിന്റെ നിറം എന്താണ്? റെഡ്, ചുവപ്പ്. സോ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇവിടെ
ബസ് തിരിച്ചുകൊണ്ട് നമ്മളോട് ചിലത് പറയുന്നു. എന്താണവ? ഐ ആം എ ബസ്. ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. ഐ ഞാൻ. ഞാൻ എന്ന് പറഞ്ഞ അവിടെ ആരാണ്? ബസ്. ആം ആണ്. എ ഒരു ബസ്. ഞാനൊരു ബസ്സാണ്. അതേ സെന്റൻസ് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. ഐ ആം എ ബസ്. ഞാനൊരു ബസ്സാണ്. ഹോങ് ഹോങ് ബസ്. ഹോങ് ഹോങ് എന്ന ഹോണടി ശബ്ദം മുഴക്കുന്ന ബസ്സാണ്. നോക്കൂ, where is the bus? ബസ് എവിടെയാണുള്ളത്? ഇത് എന്താണ്? റോഡാണ്. ഇതെല്ലാം എന്താണ്? റോഡാണ്. The blue bus. blue bus is ആണ് on the road. റോഡിലാണ്. on നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഏതെങ്കിലും പ്രതലത്തിന്റെ മുകളിൽ ഉള്ളപ്പോഴാണ് ഓൺ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ റോഡിന്റെ മുകളിലാണ് ബസ് ഉള്ളത്. ഇനി ഇവിടെ ഒരു ചോദ്യം കാണാം. വേർ എവിടെ? ഈസ് ആണ്. ദ ബസ്. ബസ് ഗോ പോവുക. ഗോയിങ്. ഈസ് ഗോയിങ് പോയിക്കൊണ്ടിരിക്കുക. എവിടേക്കാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ്? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ആൻസർ പറയാം. ടു ദി മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ടു ദി ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ടു ചെന്നൈ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ഭാഗം നോക്കൂ. കാർ നമ്മളോട് ചിരിച്ചുകൊണ്ട് ചിലത് പറയുന്നു. എന്താണ് പറയുന്നത്? ഐ ഞാൻ. ആം ആണ്. എ കാർ. ഞാനൊരു കാറാണ്. വീണ്ടും അതേ സെന്റൻസ്. ഐ ആം എ കാർ. ഞാനൊരു കാറാണ്. ട്യൂട്ട് ട്യൂട്ട് കാർ. ട്യൂട്ട് ട്യൂട്ട് എന്ന ഹോണടി ശബ്ദം മുഴക്കുന്ന കാറാണ്. കാർ എവിടെയാണുള്ളത്? കാറ് ഇവിടെ റോഡിലാണുള്ളത്. നോക്കൂ. ദ റെഡ് കാർ. റെഡ് കാർ ഈസ് ആണ്. എവിടെയാണ്? ഓൺ ദ റോഡ്. റോഡിലാണ്. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ടല്ലോ. കൂട്ടുകാർ എങ്ങനെയാണ് ചോദ്യം എന്ന് തിരിച്ചറിഞ്ഞത്? ഇവിടെ ചോദ്യ ചിഹ്നമുണ്ട്. നോക്കൂ. വേർ എവിടെ? ഈസ് ആണ്. ദ കാർ കാർ. ഗോയിങ്. ഈസ് ഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ്? എവിടേക്കാണ് കാർ പോയിക്കൊണ്ടിരിക്കുന്നത്? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ആൻസർ പറയാം. ടു ഹോം എന്ന് വേണമെങ്കിൽ പറയാം. ടു ദി മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ടു ദി റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ടു ദി പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ഭാഗം നോക്കൂ. ഇവിടെ ബസ് വീണ്ടും നമ്മളോട് ചിലത് പറയുന്നു. എന്താണ് പറയുന്നത്? ഐ ഹാവ് എ ഹോൺ. ഹോങ് ഹോങ് ഹോൺ. ഐ എനിക്ക്. ഐക്ക് ഞാൻ എന്ന അർത്ഥമുണ്ട്. ഇവിടെ എനിക്ക് എന്നാണ് അർത്ഥം. ഐ എനിക്ക്. ഹാവ് ഉണ്ട്. എ ഒരു ഹോൺ. എനിക്ക് ഒരു ഹോൺ ഉണ്ട്. ഇവിടെ നോക്കൂ. കാറിനൊരു ഹോൺ ഉണ്ടല്ലോ. ഹോങ് ഹോങ് ഹോൺ. ഹോങ് ഹോങ് എന്ന ശബ്ദം മുഴക്കുന്ന ഹോണാണ്. നോക്കൂ. ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് ഹാസ് ഉണ്ട്. എ ഹോൺ ഒരു ഹോൺ ഉണ്ട്. ഇറ്റ് സൗണ്ട്സ് അത് ശബ്ദമുണ്ടാക്കുന്നു. അത് എന്നത് ഇവിടെ ആരാണ്? ഹോൺ. ഹോൺ ശബ്ദമുണ്ടാക്കുന്നു. ഹോങ് 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 എന്ന ശബ്ദമുണ്ടാക്കുന്നു. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കൂ. ഡസ് ദി ബസ് ഹാവ് ഓൺലി എ ഹോൺ? ബസ്സിന് ഒരു ഹോൺ മാത്രമേ ഉള്ളൂ? മിക്ക ബസ്സിലും ഒരു ഹോണാണ് ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആൻസർ എന്ത് പറയേണ്ടി വരും? യെസ്. ഇനി നോക്കൂ. നെയിം
നെയിം എന്നാൽ പേര് എന്നല്ല ഇവിടെ അർത്ഥം, പേര് പറയുക എന്നാണ്. നെയിം പേര് പറയുക, ദ അതർ മറ്റുള്ള പാർട്സ് ഭാഗങ്ങൾ, ഓഫ് ദി ബസ് ബസിന്റെ മറ്റുള്ള ഭാഗങ്ങളുടെ പേര് പറയുക. അതായത് ഹോൺ ഒഴികെയുള്ള മറ്റുള്ള ഭാഗങ്ങളുടെ പേര് പറയുക. എന്തൊക്കെയുണ്ട് ബസ്സിന്? സ്റ്റിയറിംഗ് ഉണ്ട്, വീൽസ് ഉണ്ട്, ഡോർസ് ഉണ്ട്, സീറ്റ്സ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, മിറേഴ്സ് ഉണ്ട്. ധാരാളം പാർട്സുകൾ ഉണ്ട്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. കാറും നമ്മളോട് ചിലത് പറയുന്നു. എന്താ പറയുന്നത്? ഐ എനിക്ക്, ഹാവ് ഉണ്ട്, ലൈറ്റ്സ് എനിക്ക് ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ നോക്കൂ, ലൈറ്റ്സ് എനിക്ക് ലൈറ്റ്സ് ഉണ്ട്. ഏത് കളറാണ് പറയുന്നത്? വൈറ്റ് ലൈറ്റ്സ്. വൈറ്റ് വെളുത്ത ലൈറ്റ്സ് ആണുള്ളത്. ദ കാർ ഹാസ് കാറിന് ഉണ്ട് 2 ലൈറ്റ്സ് 2 ലൈറ്റ്സുകൾ ഉണ്ട്. അല്ലേ, ഇവിടെ 2 ലൈറ്റ്സ് ഉണ്ടല്ലോ. ദേ ആർ അവയാകുന്നു വൈറ്റ് വെളുത്ത കളറാണ്. നോക്കൂ, ദ കാർ ഹാസ് കാറിന് ഹാസ് ഉണ്ട് മെനി ധാരാളം പാർട്സ് ഭാഗങ്ങൾ, ധാരാളം ഭാഗങ്ങളുണ്ട്. കേൻ എന്ന് പറഞ്ഞാൽ കഴിയുക എന്നാണ് അർത്ഥം. ചോദ്യത്തിലാകുമ്പോൾ കഴിയുമോ, കേൻ കഴിയുമോ, യു നിങ്ങൾക്ക്, നെയിം പേര് പറയാൻ, ദം അവയുടെ, അല്ലേ നിങ്ങൾക്ക് അവയുടെ പേര് പറയാൻ കഴിയുമോ? കാറിനും വീൽസ് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ബ്രേക്ക് പെഡൽ ഉണ്ട്, ഡോർസ് ഉണ്ട്, സീറ്റ്സ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, മിറേഴ്സ് ഉണ്ട്, ധാരാളം ഭാഗങ്ങളുണ്ട്. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇവിടെ ബസ് അല്പം പ്രൗഡോടെ, അഭിമാനത്തോടെ പറയുന്നു. എന്താണ് പറയുന്നത്? ഞാൻ, റൺ ഓടുന്നു. റൺ എന്നാൽ ഓടുക എന്നാണ് അർത്ഥം. റൺ ഞാൻ ഓടുന്നു. എങ്ങനെ ഓടുന്നു? ഫാസ്റ്റ് വേഗത്തിൽ. ഞാൻ വേഗത്തിൽ ഓടുന്നു. ഇവിടെ നമ്മൾ ആരെയാണ് കാണുന്നത്? ഒരു പോലീസ് ഓഫീസറെ കാണാം. അടുത്ത ഭാഗം നോക്കൂ. കാറ് നമ്മളോട് എന്താണ് പറയുന്നത്? മീ ടു ഞാനും വേഗത്തിൽ ഓടുന്നു. അപ്പോ 2 ഭാഗത്തു നിന്നും, ഒരു ഭാഗത്ത് നിന്ന് കാറും ഒരു ഭാഗത്ത് നിന്ന് ബസ്സും സ്പീഡിൽ ഓടി വരുന്നു. എന്ത് സംഭവിക്കും കൂട്ടുകാരെ? ഇവിടെ നോക്കൂ, പെട്ടെന്നൊരു ശബ്ദം. എന്താണ് ശബ്ദം? ഹേയ്. ആരാണ് ആ ശബ്ദമുണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ദ ബസ് റൺസ് ഫാസ്റ്റ്. ദ ബസ് റൺസ് ഓടുന്നു, ഫാസ്റ്റ് വേഗത്തിൽ. ബസ് വേഗത്തിൽ ഓടുന്നു. ദി കാർ റൺസ് ഫാസ്റ്റ്. കാറും വേഗത്തിൽ ഓടുന്നു. ദ കാർ ആൻഡ് ദി ബസ്. കാറും ബസ്സും റൺ ഓടുന്നു, ഫാസ്റ്റ് വേഗത്തിൽ. കാറും ബസ്സും വേഗത്തിൽ ഓടുന്നു. ഇവിടെ ചോദ്യമുണ്ടല്ലോ, ഈസ്. ഇവിടെ ചോദ്യമായത് കൊണ്ട് ഈസിനർത്ഥം ആണോ എന്നാണ്. ഈസ് ആണോ? ഇറ്റ് അത് എന്നത് വേഗത്തിൽ ഓടുന്നത്. ഈസ് ഇറ്റ് ഗുഡ്? വേഗത്തിൽ ഓടുന്നത് നല്ലതാണോ? നോ, അല്ല. നെവർ, ഒരിക്കലുമല്ല. ഇനി ഇവിടെ നോക്കൂ, ചെറിയ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. തൊട്ട് മുമ്പേ നമ്മളോട് എന്താ പറഞ്ഞത്? ദ ബസ് റൺസ് ഫാസ്റ്റ്. നോക്കൂ, ദ ബസ് റൺസ് ഫാസ്റ്റ്. ഇവിടെ റൺസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? റൺസ് ഉണ്ട്. എന്നാൽ ഇവിടെ ദി കാർ ആൻഡ് ദി ബസ് റൺ എന്നേ ഉള്ളൂ. രണ്ടിനും ഒരേ അർത്ഥമാണ്. ഒരു വെർബിന്റെ കൂടെ എസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സിംഗുലർ, ഏകവചനമാണ് എന്നാണ് അർത്ഥം. ബസ്, ഇവിടെ ബസ് ഒന്നല്ലേ ഉള്ളൂ, അത് സിംഗുലർ ആണ്. കാറ് ഒന്നല്ലേ ഉള്ളൂ, അത് സിംഗുലർ ആണ്. അതിനാൽ ഇവിടെ റൺസ് എന്ന വെർബും സിംഗുലർ ആണ്. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ കാർ ആൻഡ് ബസ്.
കാറും ബസ്സും ഉണ്ട്, 2 പേരുണ്ട്. 2 പേരുണ്ടാകുമ്പോൾ പ്ലൂറൽ ആണ്. പ്ലൂറൽ ആകുമ്പോൾ റൺ, SORES വരില്ല. വ്യത്യാസം മനസ്സിലായില്ലേ? നമുക്ക് ഗ്രാമർ പാർട്ടിൽ വ്യക്തമായിട്ട് പഠിക്കാം.